എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോണി, KMW സെക്രട്ടറി. എൻ്റെ കൂടെ ബിനോയ് ചേട്ടൻ, നമ്മുടെ KMW പ്രസിഡന്റ്. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. അതിൻ്റെ മിനിറ്റ്സൊക്കെയും നമ്മുടെ KMW മെയിൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നാലും ചില കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പലരും വിളിച്ച് പറയുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവിലെടുത്ത ചില കാര്യങ്ങൾ അല്പം വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ വെച്ചിട്ട് ആദ്യം നമ്മുടെ എക്സിക്യൂട്ടീവിൽ തീരുമാനിച്ചതും നമ്മളൊരു മാഗസിൻ ഇറക്കണം എന്നുള്ളത്. എല്ലാ മാസവും മാഗസിൻ ഇറക്കണം. അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ. നമ്മൾ മന്ത്ലി ബേസിസിൽ ഒരു മാഗസിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എവറി മന്തിൽ നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അത് ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാമെന്നൊരു തീരുമാനം നമ്മുടെ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ നമുക്ക് അവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. കാരണം ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നവരോ എൻഡ് ഓഫ് സ്കൂൾ ടൈം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരോ ആരൊക്കെയാണെങ്കിൽ പോലും അവർക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾ, ബേസിക്കലി ഡിജിറ്റൽ അതുപോലത്തെ ഡിസൈനിങ് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും കുട്ടികളെ. പക്ഷെ അവർക്ക് നമുക്ക് ചെറിയൊരു റെമ്യൂണറേഷൻ, ഒരു ഹോണററിയൻ ബേസിസ് എന്ന് പറയുന്നത് അവരൊരു മന്ത്ലി ഫ്യൂ അവേഴ്സ് ഒക്കെ അവർ സ്പെൻഡ് ചെയ്യേണ്ട വരുള്ളൂ. ഇതിനു വേണ്ടി അവർക്ക് അവരുടെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. എനിക്ക് അതിന് അവര് ഡീറ്റെയിൽസ് ഒന്നും കളക്ട് ചെയ്യണ്ട. ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കുക. അവർ ജസ്റ്റ് ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ മാത്രം. അത്ര ചെയ്യാം. നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നത് നമ്മുടെ സെക്രട്ടറിയുടെ ഡീറ്റെയിൽസ് ആണ്. നമുക്കൊരു എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാവും. അപ്പൊ അവരത് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഡീറ്റെയിൽസ് എല്ലാം കിട്ടി കഴിയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തിട്ട് ഇതെങ്ങനെയാണ് അവരുടെ ബേസിക് ജോബ് എന്ന് പറയുന്നത് ഈ ഫോർമാറ്റിലേക്ക് അതിനെ അലൈൻ ചെയ്ത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അത് സെറ്റ് ചെയ്ത് ഒരു ന്യൂസ് ലെറ്റർ ആക്കാന്നുള്ളതുള്ളൂ. അതുപോലെ ഇതിനകത്ത് നമ്മളിപ്പോ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇതില് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഈ ന്യൂസ് ലെറ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ KMW കമ്മ്യൂണിറ്റിയിലേക്ക് ഒത്തിരി ന്യൂ മെമ്പേഴ്സ് വരുന്നുണ്ട്. ആ ന്യൂ മെമ്പേഴ്സ് വരുന്ന ആളുകളെ പലപ്പോഴും നമ്മൾ അവരുടെ പേര് മാത്രം വെച്ചിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പറും കൂടി കൊടുത്താണ് ഇത് ചെയ്യണം. പലരും നമ്മൾ പുറമെ വെച്ച് കാണുന്നത് ഇവരൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല. ന്യൂ മെമ്പേഴ്സ് ഒന്നാമത്തെ കാര്യം, നമ്മുടെ കമ്മ്യൂണിറ്റി ഒത്തിരി വളർന്നു, ഒത്തിരി പുതിയ അംഗങ്ങൾ വന്നു. അപ്പൊ അങ്ങനെ ന്യൂ ജനറേഷൻ എമർജ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ ഓൾഡ് ജനറേഷനിലുള്ള ആളുകൾക്ക് പുതിയ ആളുകളെ പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ സാധിക്കുമെങ്കിൽ പുതിയ മെമ്പേഴ്സ് വരുമ്പോൾ ആ ഫാമിലിയുടെ പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ അവരുടെ ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ നമ്മൾ ഈ മാഗസിനിൽ പബ്ലിഷ് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണാം ഇങ്ങനെ ആള് നമ്മൾ പുറമെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അപ്പോൾ നമുക്കറിയാം നമ്മുടെ KMWയുടെ ന്യൂ മെമ്പറാണ്. അപ്പൊ നമുക്ക് അവരെ ഒന്ന് വിഷ് ചെയ്യാം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കീ സ്പോൺസേഴ്സ് ഉണ്ട്. നമുക്ക് ഒത്തിരി പേര് നമുക്ക് സ്പോൺസർ ചെയ്യണത് കൊണ്ടാണ് നമ്മുടെ ഫുഡ് കോസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ പ്രോഗ്രാമിന് വരുമ്പോൾ നമുക്കത് വളരെ ലോ ആയിട്ട്, ഇപ്പോഴത്തെ നമ്മൾ ഒരുവിധം ലോ ആയിട്ടാണ് കീപ്പ് ചെയ്യണത്. അത് ഈ സ്പോൺസർഷിപ്പിന്റെ. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇതുവഴി കുറെ കൂടി സ്പോൺസർഷിപ്പ് അട്രാക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ കോസ്റ്റ് നമുക്ക് വീണ്ടും കുറയ്ക്കാനായിട്ട് നമ്മൾ കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ സാധിച്ചേക്കും. അപ്പൊ അതൊരു കീ പോയിന്റാണ് നമ്മൾ ശരിക്കും നോക്കണത്. പിന്നെ വേറൊരു ഇതുള്ളത്, നമ്മളിപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഫോർ എക്സാമ്പിൾ ചെറുകഥ എഴുതുന്നവര്, ഷോർട്ട് സ്റ്റോറീസ്, ചിൽഡ്രൻസിന്റെ അല്ലെങ്കിൽ അവര് എന്തെങ്കിലും ഗ്രാഫിക്സ് ക്രിയേറ്റിവിറ്റീസ് അവർക്ക് നമുക്ക് അയച്ചു തരാം. സെക്രട്ടറിക്ക് അയച്ചു തരാം. അയച്ചു തന്നു കഴിയുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്തിട്ട് അത് സ്യൂട്ടബിൾ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് അതും പബ്ലിഷ് ചെയ്യാം. അപ്പൊ അത് പിന്നെ അത് കൂടാതെ നമ്മുടെ കീ ബർത്ത്ഡേസ് അല്ലെങ്കിൽ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലെങ്കിൽ ന്യൂ ബോൺസ്, പിന്നെ അത് കൂടാതെ ബർത്ത്ഡേ പറയുമ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ, 25th ബർത്ത്ഡേ, 50th ബർത്ത്ഡേ, വെഡിങ്ങും അതുപോലെ തന്നെ 25th 50th ഒക്കെ വരണം. 50th നമ്മുടെ ഇതിൽ കാര്യമായിട്ട് ആരും ഉണ്ടാവില്ല ഇപ്പൊ. എന്നാലും 25th ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മള്. അപ്പൊ അത് കാര്യം നമ്മൾ ഫേസ്ബുക്ക് ത്രൂ എല്ലാം ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ആസ് എ കമ്മ്യൂണിറ്റി, ആസ് എ ഫാമിലി നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു ഇച്ചിരി ഇമ്പോർട്ടൻസ്. അപ്പൊ ഈ ന്യൂസ് ലെറ്ററിൽ ഈ കാര്യങ്ങളെല്ലാം അതിൽ നമ്മളൊരു ഏരിയ നമ്മൾ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പലരും ഒത്തിരി കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പലർക്കും നമ്മുടെ വീട്ടിൽ നല്ല സാധനമാണ്, പക്ഷെ കളയാൻ ബുദ്ധിമുട്ട്, അത് പുറത്തേക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ട്. പക്ഷെ അതൊരു നല്ല ക്വാളിറ്റി ഉള്ള സാധനം, അത് അവർക്ക് സെയിൽ ചെയ്യണം.
അപ്പൊ അതിന് അങ്ങനെയുള്ള ഐറ്റംസിന്റെ ഫോട്ടോ എടുത്ത് അവരുടെ കോൺടാക്ട് നമ്പർ അയച്ചു തരണം. അതെല്ലാം നമുക്ക് ഇതിൽ മാർക്കറ്റ് പ്ലേസിൽ ഇൻക്ലൂഡ് ചെയ്യാം. സ്മോൾ ഐറ്റംസ് ആയിരിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഞാനൊരു സാധനം വിൽക്കാനിട്ടാൽ ഈ ഒരു സാധനം അപ്പൊ ഒരു മേടിക്കുന്ന ഒരാൾക്ക് അത് ട്രസ്റ്റ് ചെയ്യാം. അപ്പൊ അതൊരു യൂസബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ പുറമേ നിന്നാവും നമുക്ക് ഒരു 100% നമുക്ക് അറിയാവുന്ന ആളുകളാവുമ്പോ അത് പറ്റില്ലല്ലോ. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും നമ്മുടെ മെമ്പേഴ്സിന് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. നമുക്ക് എന്താണോ നമ്മുടെ കേറ്ററിംഗിലെ നമ്മുടെ കൂടെ ഉള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് എന്താണോ അത് നമുക്ക് അയച്ചു തരിക. നമ്മളത് യാതൊരുവിധ ഫീസും ഇല്ലാതെ നമ്മളത് എല്ലാ മാസവും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ മാസവും ഈ ഡിജിറ്റൽ പബ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിലെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. അതെ, ഇതുപോലത്തെ ഒരു കാര്യങ്ങൾക്ക് നമ്മൾ ഫീസ് ഇതാവണില്ല. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ബിസിനസ് ചെയ്യണവർ, കൊമേഴ്സ്യൽ പർപ്പസിലുള്ളവർ, അല്ലാതെ പേഴ്സണൽ ബിസിനസ് ചെയ്യണവർക്ക് ഇവർക്കൊക്കെ ഇത് അഡ്വർടൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഒരു ചെറിയ സ്മോൾ ചാർജ് നമ്മൾ വെച്ചിട്ടാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ടോട്ടൽ ഓവറോൾ എക്സ്പെൻസസിനെ നമുക്ക് കുറെ കൂടി താഴേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. വൺസ് നമ്മൾ അതങ്ങ് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി ഐഡിയ കിട്ടും. അപ്പൊ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യാണ് ഈ ഒരു കാര്യത്തിൽ. നിങ്ങളുടെ ഇൻപുട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആരെങ്കിലും സ്റ്റോറീസ് എഴുതുന്നവരാണോ, പോംസ് എഴുതുന്നവരാണോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് അയച്ചു തരാം. നമുക്ക് കണ്ടന്റ് സ്യൂട്ടബിൾ ആണ് ഇതിനുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. നമ്മളിതൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി കഴിവുള്ള ആളുകളുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കഴിഞ്ഞ എക്സിക്യൂട്ടീവിൽ എടുത്തത് ഗൂഗിൾ ഫോം ആയിരുന്നില്ലേ? നമ്മൾ അതിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് നമ്മൾ ഈ എക്സിക്യൂട്ടീവിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ കേറ്ററിംഗ് മലയാളികളുടെ ഒരു കൺസേൺ എന്നോട് പലരും ഷെയർ ചെയ്തത്, നമുക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഫോൺ വിളിച്ച് പറഞ്ഞാൽ അവരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അവരുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ സജഷൻസ്, അങ്ങനെ അഭിപ്രായങ്ങളും എല്ലാം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട്, അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുപോകാനായിട്ടാണ് ഈ കമ്മിറ്റിയുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങളില്ലാതെ ഈ കമ്മിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ കേറ്ററിംഗ് വെൽഫെയർ അസോസിയേഷനെ കൊണ്ടുപോകാനല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ കമ്മിറ്റിയുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതിനായിട്ട് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഗൂഗിൾ ഫോമാണ്. അതിൻ്റെ ലിങ്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ കേറ്ററിംഗ് മെയിൻ ഗ്രൂപ്പിൽ ഇടും. ഈ ഗൂഗിൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ പേര് വെച്ചോ പേര് വെക്കാതെയോ നിങ്ങളുടെ ഏത് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും, അതിപ്പം കംപ്ലൈൻ്റ് ആയിട്ടാണെങ്കിൽ എന്താണെങ്കിലും ഞങ്ങളെ അറിയിക്കാം. അതിന് തീർച്ചയായിട്ടും അത് റിലവൻ്റ് ആണെങ്കിൽ അത് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വെച്ച് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ തീരുമാനം നിങ്ങളെ പേര് വെച്ചാണ് അറിയിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ അറിയിക്കും. അതുപോലെ തന്നെ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ മിനിറ്റ്സ് നമ്മുടെ KMW ഗ്രൂപ്പിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങളെ അറിയിക്കാം. ഇനിയും അതുപോലെ തന്നെ എന്ന് വെച്ചിട്ട് ഈ ഗൂഗിൾ ഫോം ആക്സസ് ചെയ്യാൻ പറ്റാത്തവർക്ക്, ചിലർക്ക് ഒന്നും അത് പറ്റിയെന്ന് വരില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിൻ ഇവന്റ്സിൽ ഒരു സജഷൻ ബോക്സ് അവിടെ വെക്കുക. അവിടെയും ഒന്നുകിൽ അവരുടെ പേര് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ അനോണിമസ് ആയിട്ടാണെങ്കിലും അവർക്ക് അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്തും നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് അതിനെ കാണണം. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം അത് നമ്മുടെ മെമ്പേഴ്സിന്റെ ആവശ്യങ്ങൾ നമ്മൾ അറിഞ്ഞാലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ എന്ത് നിർദ്ദേശങ്ങളാണ് അത് ഒരിക്കലും പ്രസിഡന്റോ സെക്രട്ടറിയോ തീരുമാനിക്കുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് തീർച്ചയായിട്ടും നമ്മുടെ കമ്മിറ്റി വെച്ച് അത് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കും. അത് പ്രായോഗികമാണെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും അത് നടത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് കൂടി നിങ്ങളെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുകൊണ്ട് ഗൂഗിൾ ഫോം എല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്യുക. കാരണം അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ബേസ് ചെയ്താണ് നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്യും, അതിൽ നിന്ന് ഒരു ഡിസിഷൻ പറയും. അതുപോലെ നമ്മുടെ ഈ മന്ത്ലി ന്യൂസ് ലെറ്ററിൽ ഒത്തിരി ഗൂഗിൾ ഫോമിൽ നിന്ന് നമുക്ക് ഒത്തിരി സജഷൻസോ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഇവന്റിൽ നിന്ന് സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെയൊക്കെ ഒരു സമ്മറി, ആരുടെയും പേരൊന്നും വെക്കാതെ തന്നെ ഒരു സമ്മറി, ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ മന്ത്ലി വന്നേക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സജഷൻസ് വന്നാൽ നമുക്കതും ചെയ്യാം. അതും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മറ്റൊരു മെയിൻ കാര്യം നമ്മുടെ KMW മെമ്പേഴ്സിനെ അറിയിക്കാനുള്ളത്, നമ്മുടെ മിനിറ്റ്സിലൂടെ അറിയിച്ചതാണെങ്കിലും അത് ഒന്ന് പറയാനായിട്ടുള്ളത്, എന്ന് വെച്ചാൽ നമ്മുടെ പഴയ മെമ്പേഴ്സ് അവർക്ക് ഒരു പക്ഷേ എന്താ പറയുക, നമ്മളത് അത് പിന്നെ വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ മെമ്പർഷിപ്പ് റൈറ്റ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും.
കാരണം ഇത് KMW നമ്മൾ ഇവിടെ രൂപീകൃതമായിട്ട് കാറ്ററിംഗിൽ ഇതായിട്ട് ഒത്തിരി വർഷങ്ങളായി. അപ്പോൾ പണ്ട് മുതലേ ഈ നമ്മൾ ആദ്യമേ തുടങ്ങിയുള്ള അംഗങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മെമ്പർഷിപ്പ് അടച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഇതിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് ഉള്ളൂ. ആ രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നമ്മളെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഒരു KMW എന്നുള്ള അസോസിയേഷൻ ഉദ്ദേശിക്കുന്നത് ആളുകളെ മാറ്റി നിർത്താനല്ല, കൂട്ടിച്ചേർക്കാനാണ്. അപ്പൊ എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞത്, നമ്മൾ ഈ പല കാലങ്ങളിലായിട്ട് ചിലരൊക്കെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അവര് പിന്നെ നമ്മൾ തിരിച്ചു വരണമെങ്കിലും ചിലപ്പോൾ ഒരു 4 years 5 yearsന്റെ അരിയേഴ്സ് അടിച്ചിട്ട് വരണം എന്നുള്ളൊരു ഇത് വരുമ്പോൾ അതിലൊരു പലരും അത് പറഞ്ഞു. അപ്പൊ അത് ഡിസ്കസ് ചെയ്തപ്പോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മുന്നിലുള്ളതെല്ലാം ഇനി ഒരു അരിയേഴ്സ് എന്നുള്ളൊരു പ്രശ്നമില്ല. പക്ഷെ 2025 2025 മെമ്പർഷിപ്പ് ഫീ അടയ്ക്കാത്തവര് ഇപ്പോഴും അരിയേഴ്സ് ഉണ്ടെങ്കിൽ അത് അടയ്ക്കണം. ഇനി 2026 കൂടി അടച്ചു കഴിയുമ്പോൾ അവർ വാലിഡ് മെമ്പേഴ്സ് ആയി. അതായത് പറഞ്ഞത് നമ്മുടെ മൊത്തം അരിയേഴ്സ് റൈറ്റ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് 2025 മുതലുള്ള, അതായത് കഴിഞ്ഞ വർഷം മുതലുള്ളത് അടച്ചാൽ നമ്മുടെ പഴയ മെമ്പേഴ്സിനെല്ലാം അവർക്ക് റീജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഫുൾ റൈറ്റ് അതോടുകൂടി റീസ്റ്റോർ ചെയ്യും. അതിന്റെ കാര്യത്തിൽ ഒരു കാര്യം മാത്രം നമ്മുടെ മെമ്പേഴ്സിനെ അറിയിക്കാനുള്ളത്, ഒരുപക്ഷെ അവർ നമ്മുടെ KMW ഗ്രൂപ്പിൽ ഇത് കാണുന്നുണ്ടാവില്ല. കാരണം അവർ റിമൂവ് ചെയ്തിട്ടുണ്ടോ അല്ല ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മുടെ ഈ KMW നമ്മുടെ അസോസിയേഷനുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് പോകാൻ നമ്മളെല്ലാവരും അതിൽ സഹകരിക്കണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. അവരുടെ ടോണി റിമൂവ് ചെയ്ത കാര്യം പറഞ്ഞപ്പോഴാണ്. കാരണം നമ്മൾ ഈ നമ്മുടെ മെമ്പേഴ്സിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് പലപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകൾക്ക് മെമ്പേഴ്സിന്റെ ലിസ്റ്റ് കൊടുത്തിട്ട് ഡ്യൂ ഉള്ള ആളുകളെ നമ്മൾ പേഴ്സണലായിട്ട് വിളിച്ചാണ്. അപ്പൊ പലരെയും ചിലപ്പോൾ ഫ്യൂ ടൈംസ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ റെസ്പോൺസ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പൊതുവെ ആളുകൾ റിമൂവ് ചെയ്തേക്കുന്നത്. കാരണം അതാണല്ലോ ഒരു ഫെയർനെസ് എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോ അതിലും എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരോ ആരെങ്കിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ഗ്രൂപ്പിൽ ഇല്ലാത്തവർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, നമുക്കറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, പുതിയ ആളുകൾ നമ്മുടെ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഈ അസോസിയേഷനിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുള്ളൂ. ഞാനിരിക്കുന്ന ഒരു ഏരിയയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വീടിന്റെ സമീപത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ എല്ലാവരെയും നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാം. ഇതിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈ വർഷത്തെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കരിയർ ഗൈഡൻസ് ഇപ്പൊ നമ്മുടെ ഫാമിലികളുടെ അറ്റ്ലീസ്റ്റ് 1 മെമ്പർ എങ്കിലും NHSലോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു 99% ഓഫ് ഫാമിലീസ്. അപ്പൊ പലരും ചിലപ്പോൾ ബാൻഡ് 3ലും മറ്റുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നഴ്സസ് ആവാൻ, ഡെവലപ്പ് ചെയ്യാൻ, അതിനൊക്കെ ഉള്ള ഒരു കരിയർ ഗൈഡൻസ്. അതുകൂടാതെ ഇപ്പൊ നമ്മളിപ്പോൾ നിലവിലുള്ള ബാൻഡിൽ നിന്ന് എങ്ങനെ ഹയർ ലെവലിലേക്ക് നമുക്ക് പോവാം, എന്ത് റോളിലേക്ക് പോകണം, ഏത് ഡയറക്ഷൻ, ലീഡർഷിപ്പ് ആണോ ക്ലിനിക്കലാണോ ഏതാണെന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഉള്ളൊരു കരിയർ ഗൈഡൻസ്. അതുകൂടാതെ മെയിൻ സേഫ് ഗാർഡിങ് അവയർനെസ്. നമ്മൾക്ക് അറിയാം, നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു വലിയ ഇൻസിഡന്റ് ഉണ്ടായി 2 വർഷം മുൻപാണ് അതല്ലേ, ഞാൻ പേര് പ്രത്യേകം പറയുന്നില്ല. അതൊക്കെ കുറെ സേഫ് ഗാർഡിങ് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇതിന്റെ ഒരു ഫൈനൽ റിപ്പോർട്ട്, ഞാൻ പേര് പറയുന്നില്ല എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ പേരിട്ടേക്കുന്നത് അതിന്റെ നോർത്ത്ഹാംപ്ടൺ ഇതിന്റെ റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ സേഫ് ഗാർഡിങ് പ്രൊഡ്യൂസ് ചെയ്ത് അപരാജിത എന്നാണ് പേരിട്ടേക്കുന്നത്. അങ്ങനെ ഒരു പേജിലാണ്. അങ്ങനെ അത് ആ റിപ്പോർട്ട് നമ്മളെല്ലാവരും വായിക്കേണ്ടത് ഒരു ആവശ്യമാണ്. നമ്മൾക്ക് ആ സേഫ് ഗാർഡിങ്ങിനെ കുറിച്ച് കുറെ കൂടി അവയർനെസ് കിട്ടും. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നുള്ള ആളുകളെ കൂടി ഒക്കെ ലിങ്ക് ചെയ്യിപ്പിച്ചിട്ട് കുറച്ചുകൂടി ഒരു അവയർനെസ്സും എങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ കൂട്ടത്തിൽ ഇതിന് ഒത്തിരി പേര് ഹയർ ലീഡർഷിപ്പ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ ഒത്തിരി നഴ്സസ് ഉണ്ട് പണ്ട് മുതൽ വന്നവർ. അവർക്കൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും. പുതിയ ആളുകളെ എന്ത് ഡയറക്ഷനിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു ഹെൽപ്പ് വേണം, ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഹെൽപ്പ് വേണം. ഇതിനൊക്കെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതിനൊക്കെ ഉള്ള നമുക്കൊരു ഗൈഡൻസും കൂടി നമുക്ക് ഉണ്ടാക്കാം. അതെല്ലാം നമ്മുടെ പ്ലാനിങ്ങിലുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് സ്പോർട്സ് ഡേ. നമ്മൾ സ്പോർട്സ് ഡേ ഇൻക്ലൂഡിങ് ഫുട്ബോൾ, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, അത്ലറ്റിക്സ്, വടംവലി, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമ്മൾ മെയിലോ ജൂണോട് കൂടി നമ്മൾ പ്ലാൻ ചെയ്യും. ജൂൺ 13 നമ്മുടെ യുക്മയുടെ സ്പോർട്സ് ഡേ ഉണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്.
പക്ഷെ അത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പോർട്സിനെ നമ്മൾ ഒരു ദിവസമായിട്ടല്ല ആ അത്ലറ്റിക്സ് ആ ഐറ്റംസ് ഒക്കെ ഇതിനു മുമ്പ് പിന്നെ വേറൊരു ദിവസം ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും അതൊക്കെ എല്ലാവരെയും കൃത്യസമയത്ത് അറിയിക്കുകയും ഇങ്ങനെയുള്ള ചേട്ടൻ പറഞ്ഞതുപോലെ നിങ്ങൾ മിനിറ്റ്സ് നോക്കി അറിയാം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ പ്ലാൻ ചെയ്തതൊക്കെ നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതാവശ്യത്തിനും നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം. മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഗൂഗിൾ ഫോമോ അല്ലെങ്കിൽ നമ്മുടെ സജഷൻ ബോക്സും ഒക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ നമ്മുടെ മാഗസിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാണ്. കാരണം നമ്മളുടെ അത് മന്ത്ലി ഇറങ്ങുന്ന ഒരു സംഭവമാണ്. നമ്മുടെ യങ്സ്റ്റേഴ്സിനെ നിങ്ങൾ പറഞ്ഞാൽ മാത്രം അവരറിയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അറിയാം അവരാരെങ്കിലും ടെക്നിക്കലി നല്ല ആളുകളാണ്, കുട്ടികളാണ്, അവർക്ക് ഇതിനോട് ഗ്രാഫിക്സിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവരുടെ അടുത്ത് കാര്യം പറയാം, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഗൈഡൻസ് കൊടുക്കാം. അത്ര വലിയൊരു പ്രശ്നമൊന്നുമില്ല. ദേ നീഡ് ടു സ്പെൻഡ് ഓൺലി ഫ്യൂ അവേഴ്സ്. ഇപ്പൊ ഒരാളോ കൂടുതലോ 2 ആളോ 3 ആളോ ഒക്കെ വരാണെങ്കിൽ പ്രോബ്ലി വിൽ മേക്ക് അസ് എ ടീം, ലെറ്റ് ദം വർക്ക് ടുഗദർ. അങ്ങനെ ഒരു പ്ലാനിലും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. അവർ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഗൈഡ് ചെയ്ത് തന്നെ ചെയ്യുള്ളൂ. അതിനൊരു മന്ത്ലി ചെറിയൊരു റെമ്യൂണറേഷൻ നമ്മൾ കൊടുക്കും, ചെറിയ രീതിയിൽ. കാരണം എന്താ വെച്ചാൽ 3 couple of hours ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുള്ളൂ ഇതിനു വേണ്ടി. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി കാണാൻ വൈകാതെ നമ്മുടെ അപ്ഡേറ്റുകളെല്ലാം ശ്രദ്ധിക്കുക, വായിക്കുക. KMW വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ എക്സിക്യൂട്ടീവിന്റെയും ഔട്ട്കംസ് നമ്മുടെ KMW മെയിൻ ഗ്രൂപ്പിൽ എല്ലാ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് നമ്മൾ അത് പബ്ലിഷ് ചെയ്യും. കാരണം നിങ്ങൾ അറിയണം ഇവിടെ എന്താണ് നടക്കുന്നത്, നിങ്ങൾ അറിയണം ഇവിടെ എന്താണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾ അറിയണം നമ്മുടെ പ്ലാൻ എന്താണെന്ന്. കാരണം നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് ഇത് നമ്മൾ KMW മുന്നോട്ട് നയിക്കേണ്ടത്. അതിതുപോലെ ഇതിപ്പോ ഞാനോ ടോണി അല്ല അതിന്റെ തീരുമാനങ്ങൾ എടുക്കണേ, കമ്മിറ്റിയിൽ എടുത്തേക്കുന്ന തീരുമാനമാണ് നമ്മൾ ഇതൊക്കെ ഷെയർ ചെയ്യണമെന്നുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു. See you. Thank you. Bye.